നമസ്കാരം. ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും MR സ്പോർട്സിൻ്റെ ഒരു ISL ടോക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ്. വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. ISLൽ ഇന്നലെ പഞ്ചാബ് FC വേഴ്സസ് ചെന്നൈയിൻ FC പോരാട്ടമായിരുന്നു. ആ മത്സരത്തിൽ എതിരില്ലാത്ത ഒരു ഗോളിന് പഞ്ചാബ് FC വിജയം കരസ്ഥമാക്കുകയാണ് ചെയ്തത്. എന്തായാലും പഞ്ചാബ് FCയുടെ ഈ സീസണിലെ ആദ്യ വിജയം തന്നെയാണ് ഇന്നലെ ചെന്നൈയിൻ FCയോട് വിജയം കരസ്ഥമാക്കി വന്നിരിക്കുന്നത്. എന്തായാലും 11 മത്സരങ്ങളാണ് നിലവിൽ പഞ്ചാബ് FC കളിച്ചിട്ടുള്ളത്. അതിൽ ഒരു വിജയവും അതേപോലെ തന്നെ 5 തോൽവിയും 5 സമനിലയിലും ആണ് ഇതുവരെ ഏറ്റുവാങ്ങിയിരിക്കുന്നത്. അങ്ങനെ 8 പോയിൻറ്റുമായിട്ട് പഞ്ചാബ് FC പോയിൻ്റ് ടേബിളിൽ 10ാം സ്ഥാനത്താണ് നിലനിൽക്കുന്നത്. അതേപോലെ ചെന്നൈയിൻ FC ആകട്ടെ 6ാം സ്ഥാനത്താണ് 11 മത്സരങ്ങൾ കളിച്ച് 12 പോയിൻറ്റുമായിട്ട് നിലനിൽക്കുന്നതും. എന്തായാലും ഇന്ന് ISLൽ മത്സരങ്ങളൊന്നുമില്ല. അപ്പോൾ ഗൈസ്, അടുത്തതായിട്ട് പറയാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ ദിവസം അഡ്രിയാൻ ലൂണയ്ക്ക് വേണ്ടി ഒരു പകരക്കാരനെ കണ്ടെത്തിയ വിവരം നമ്മുടെ വീഡിയോയിലൂടെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒരാഴ്ചയായിട്ട് റൂമർ നിറഞ്ഞു നിൽക്കുന്ന പേരായിരുന്നു ഉറുഗ്വേൻ മിഡ്ഫീൽഡറായ നിക്കോളാസ് ലോഡേറിയോ എന്ന് പറയുന്ന 34 വയസ്സുകാരൻ. എന്തായാലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ പറ്റുന്ന താരം തന്നെയാണ്. ഇന്നത്തെ വീഡിയോയിലൂടെയും താരത്തിനെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. നിക്കോളാസ് ലോഡേറിയോയെ പല ക്ലബ്ബുകളും ഇപ്പോൾ സമീപിച്ചിട്ടുണ്ട്, കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലെ തന്നെ. അതുകൊണ്ട് തന്നെ താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നാൽ ഇപ്പോൾ അപ്ഡേറ്റിലൂടെ പറയാനുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു വിദേശ സ്ട്രൈക്കർ ഇപ്പോൾ ഫോളോ ചെയ്തിരിക്കുകയാണ്. ജെറാഡ് ആർട്ടിക്കസ് എന്ന് പറയുന്ന താരമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ സീസണിലും ബ്ലാസ്റ്റേഴ്സിലേക്ക് താരം വരാൻ പോകുന്നുവെന്നെല്ലാം നമ്മൾ കുറേ റൂമർ കേട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് ജെറാഡ് ആർട്ടിക്കസ് എന്ന് പറയുന്ന ഈ വിദേശ താരം കേരള ബ്ലാസ്റ്റേഴ്സിനെ ഫോളോ ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ ആരാധകരുടെ ചോദ്യം. എന്തായാലും ജസ്റ്റ് വെറുതെ ഫോളോ ചെയ്യാനാകാനും സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് താരത്തിനെ സൈൻ ചെയ്യിപ്പിക്കാൻ ഒരുങ്ങിയിട്ടുമുണ്ടാകുമെന്നാണ് ഒരു കൂട്ടം ആരാധകർ പറയുന്നത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് നിക്കോളാസ് ലോഡേറിയനെയോ അതോ ആർട്ടിക്കസ് എന്ന് പറയുന്ന താരത്തിനെയോ സൈൻ ചെയ്യാൻ കൂടുതൽ സാധ്യത തന്നെയാണ്. കൂടുതൽ ISL ഫുട്ബോൾ ന്യൂസുകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. താങ്ക് യു.